ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം ആരാണ്? അത്യുന്നതനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, അത്ഭുത മന്ത്രിയാണ്, വീരന ദൈവമാണ്, നിത്യപിതാവാണ്. അപ്പം വഴി സത്യവും ജീവനുമായ ദൈവത്തെയാണ് നമ്മൾ മുൻനിർത്തി നമ്മൾ വിളിക്കുന്നത്. നമ്മളെങ്ങനെയായിരിക്കണം? നമ്മൾ ആരാധിച്ച് ബലപ്പെടണം, ആരാധിക്കണം. എത്ര സമയം നമ്മൾ ആരാധിക്കുന്നുവോ അത്രയും നല്ലതാണ്. ഒരു വിടുതലിൻ്റെ കരം നീട്ടാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അതേപോലെ നമ്മൾ ഇപ്പോൾ വായിക്കേണ്ടതാണ് പുസ്തകം. കണ്ടോ, ഇത് ബൈബിള്. ഈ ബൈബിള് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നോക്കിക്കേ, ഇത് വായിച്ച് നോക്കിക്കേ. ഇത് നമുക്ക് നല്ലൊരു ആശ്വാസം നൽകുന്ന പുസ്തകമാണ്. അതാണ് അതിൻ്റെ സത്യവേദ പുസ്തകം. ഉണ്ടോ, സത്യവേദ പുസ്തകം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ. അതാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ വായിച്ച് നോക്കാം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളുണ്ട്. അത് ഓരോ പുസ്തകങ്ങൾ വായിച്ച് നോക്കുമ്പോഴത്തേനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, ശിഷ്യന്മാരെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, പ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് വ്യക്തികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും വള്ളിക്കും പുള്ളിക്കും തെറ്റില്ലെന്നുള്ളതാണ്. അപ്പം നമ്മൾ കർത്താവിൽ നമ്മളെ പരമേൽപ്പിച്ച് കൊടുക്കണം കേട്ടോ. നമ്മളെ മുമ്പോട്ട് ജയത്തോടെ നടത്താൻ ആർക്ക് സാധിക്കും? സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ഈ ദൈവം എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി ദൂതന്മാരെ കാവൽ നിർത്തി തരും, രക്തം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മുട്ടുകുത്തി നിന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെ എന്താണ് ദൈവമേ, അപ്പോൾ അത് ദൈവം നമുക്ക് കാണിച്ചു തരും. എങ്ങനെ പോകണം, എന്ത് പോകണം, ഇതെല്ലാം ദൈവം തമ്പുരാൻ നമുക്ക് കാണിച്ചു തരും. ദൈവത്തോട് പ്രാർത്ഥിക്കാതെ നമ്മളിരിക്കരുത്, ദൈവവചനം വായിക്കാതെ പോകരുത്, ദൈവത്തെ ആരാധിക്കാതെ ഇരിക്കരുത്, ദൈവസന്നിധി കടന്നു പോകാതിരിക്കരുത്. ഒരു നാളിൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ദൈവം തരുന്ന ആയുസ് വളരെ വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട ടൈം കൊണ്ട് നമ്മൾ നമ്മൾ ചെയ്തെങ്കിലേ സാധിക്കത്തുള്ളൂ. നമ്മൾ ഒരു ദിവസം തന്നെ എന്തോരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ശരീരം കൊണ്ട്. പക്ഷെ ഒരു നിമിഷം നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ എത്ര സമയം ദൈവത്തിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. അത് ദൈവം നമുക്ക് ആരോഗ്യം തന്നെങ്കിൽ, ആയുസ് തന്നെങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപകളാൽ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ആത്മാവിൻ്റെ ശക്തിയാലാണ് നമ്മളെ ദൈവം ജയത്തോടെ നടത്തുന്നത്. ഈ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്ത് നോക്കിക്കേ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരാണ്. അപ്പം നമ്മൾ പാർക്കുന്ന ഭവനത്തിൽ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന മുറിയിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. അപ്പോൾ ദൈവം ആരാ? ദൈവം നമ്മുടെ സങ്കേതമായി, കോട്ടയായി, കാവലായിരുന്ന് നമ്മളെ വഴി നടത്തുവാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന ആരാണ്? ഉറങ്ങാതെ മയങ്ങാതെ കൂടെ ഇരിക്കുന്ന ആളാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാം. ദൈവത്തിൻ്റെ കൃപകളാൽ ദൈവം തമ്പുരാൻ നമ്മളെ നിറയ്ക്കട്ടെ. നിങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എന്നും ഞാൻ പറയുന്ന പോലെ കുഞ്ഞുങ്ങൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവസന്നിധി കടന്നു പോവുകയും ചെയ്യണം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹമേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.